ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ദിവസമായി കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ടാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് പോകാമെന്ന് വെച്ചു. കുറേ ദിവസമായി പ്ലാനിങ്ങും തുടങ്ങിയിട്ട് കേട്ടോ. പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാര്യം നടന്നില്ല കേട്ടോ. ഞാൻ എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല കേട്ടോ, അല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുവേ. നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണോ? എനിക്കങ്ങനെയാണ് കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞു. ഈ തൊട്ടടുത്ത് വരെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായി. പ്ലാൻ ചെയ്യാനായിട്ട് നിന്നാൽ ഒന്നും നടക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങിയേക്കാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനങ്ങ് റെഡിയായി കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മ വന്നു. അമ്മയുടെ മുടി കെട്ടിയിട്ട് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ശരിയാവാൻ, അമ്മയ്ക്ക് ആപ്പാടെ ഒരു നൂല് പോലത്തെ മുടിയാണ് ഉള്ളത്. അതിനകത്തോട്ട് കുറേ എണ്ണയും കൂടെ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് നൂലാവുകയെ. എന്നിട്ട് കെട്ടിയാലും ശരിയാകത്തില്ല. എണ്ണ വെക്കലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒക്കത്തുമില്ല കേട്ടോ എണ്ണ വെക്കാതിരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ മുടിയിൽ ഇങ്ങനെ എണ്ണ വെക്കുന്നതിന്. അതിനുശേഷം പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഒരുങ്ങി ഇറങ്ങിയേ. ഇന്ന് ഞാനാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാനായിരിക്കും ലേറ്റേ. എന്നിട്ട് കുറേ നേരം പുറത്ത് നിന്നു. എന്നിട്ടും അമ്മ വന്നില്ല. കയറി വന്ന് ചോദിച്ചപ്പോഴത്തേന് ഹെൽമെറ്റ് കണ്ടില്ല, താക്കോല് കണ്ടില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോരേ, ഞാൻ അവിടെ വഴി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അമ്മ പെട്ടെന്ന് വന്നു. അതിനുശേഷം പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിക്കാനായിട്ട് കയറിയേ. ഈ കടയിലെ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മുരുമുരാന്നിരിക്കും, നല്ല പഴുത്ത പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ്. അമ്മയ്ക്ക് ഒത്തിരി പഴുത്ത പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് ചെന്നപ്പോൾ അതായിട്ടും ഇല്ലായിരുന്നു. പിന്നെ അതാകുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് അത് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ വന്നത് ബോത്താങ്കെട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിന്നാൻ തോന്നി കേട്ടോ. പിന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ടത്. പിന്നെ നമ്മളത് പാലത്തെ കൊണ്ടുവന്ന് വെച്ച് തിന്നു കേട്ടോ. നമ്മൾ അപ്പുറത്തെ പാലത്തിലോട്ട് പോയില്ല, അവിടെ പോകുന്നതാണ് കേട്ടോ ഒന്നുകൂടെ രസം. പക്ഷേ ഇന്ന് നമ്മൾ വന്നപ്പോൾ 5:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയും കൊണ്ട് ഇപ്പുറത്തെ പാലത്തെ വന്ന് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. എനിക്കിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വരും. വന്നു കഴിയുമ്പോൾ എനിക്ക് പോകാനും തോന്നുന്നില്ല കേട്ടോ. നല്ലൊരു കാറ്റും തണുപ്പും ചെറിയതായിട്ടൊക്കെ. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, പക്ഷേ നല്ല വെള്ളം ഉള്ളപ്പം വന്നാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറേ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ കാണാം. അതൊക്കെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴേലും വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളിവിടെ വരണം കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ടൊക്കെ. ഈവനിങ് ടൈമിൽ വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. പിന്നെ 6 മണിക്ക് മുമ്പ് വേണം വരാനായിട്ട്. കാരണം പാർക്കൊക്കെ അടച്ചു പോയി കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരും പിന്നെ നമുക്കൊക്കെ ആണെങ്കിലും കയറിയിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇരുട്ടും തോറും നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പും വെള്ളത്തിൻ്റെയൊക്കെ നല്ല രസമാണ്. പിന്നെ കുറേ തവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും ഞാനിവിടെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ എല്ലാ സ്ഥലത്തൂടെയും പോയി, കുറേ നടന്നു. അതിനുശേഷം പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കേട്ടോ. എനിക്ക് ഐസ്ക്രീം വേണമെന്നില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരെണ്ണം വാങ്ങി കേട്ടോ. എൻ്റെ ഐസ്ക്രീം ആണെങ്കിൽ ഒരു വായ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ അത്തിപ്പഴത്തിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ച് ഒരു വായ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ 2 കടി കഴിച്ചിട്ട് അത് അമ്മയ്ക്ക് കൊടുത്തേ. അമ്മ വാനിലയാണ് വാങ്ങിച്ചത്. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടപ്പെട്ടു. പിന്നെ പാവൻ രണ്ടും കൂടെ തിന്നേണ്ട വന്നു കേട്ടോ. പിന്നെ കുറേ നേരം വീണ്ടും നമ്മൾ അവിടെയൊക്കെ നിന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു വന്ന വഴിക്ക് നമ്മളൊരു പള്ളി കയറി കേട്ടോ. ഈ പള്ളി വരണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതുവരെ നടന്നില്ലായിരുന്നേ. ഇന്ന് അതും സാധിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് വന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നു. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടന്നു. പക്ഷേ ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. ഓഫറൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും വാങ്ങിയില്ല, നമുക്ക് വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ പകുതി എത്തി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളൊക്കെ കടയിൽ കയറി കാപ്പിക്കുള്ളതും ഒക്കെ വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ തിരിച്ചൊന്നൊരിക്കൽ ബീഫും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.